അപ്പം ഞാനിങ്ങനെ ഒരു ലാസ്റ്റ് അഭിഷേക ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഈശോയുടെ നേരെ നോക്കി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, എനിക്ക് വീണ്ടും ഈ ആഗ്രഹമൊക്കെ വരുന്നു, പക്ഷേ എന്ത് ചെയ്യും? ഞാനിപ്പോൾ എഞ്ചിനീയറിംഗ് തീരാൻ അവസാനം നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഒരു സിസ്റ്റർ ആവാൻ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല, അതൊക്കെ സാധിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. ഒരു കാര്യം നീ ചെയ്തു തന്നാൽ മതി, എനിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തന്ന് ഇനി എൻ്റെ മാരേജ് ലൈഫാണ് എനിക്കിനി സെറ്റിലാക്കേണ്ടത്. അപ്പോൾ അത് ചെയ്തു തന്നാൽ മതി എന്ന് ഞാൻ ഈശോയോട് ഇങ്ങനെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞു ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ലാസ്റ്റ് ഇയറിൽ എക്സാമൊക്കെ എഴുതിയിരിക്കുന്നു. ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എന്താ പറയുക, ദൈവം ഈ ഒരുക്കിയ വഴികൾ വീണ്ടും എനിക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടായത്. ഇപ്പോൾ എൽ റൂഹ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഒരു അച്ഛനുണ്ട്, റാഫേൽ കോക്കാടൻ അച്ഛൻ. അന്ന് അച്ഛൻ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ ഇങ്ങനെ സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് അച്ഛൻ ഇരിക്കുമായിരുന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, എൻ്റെ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ഇങ്ങനെ കിട്ടി, അച്ഛനെ കാണാനുള്ളൊരു അവസരം കിട്ടി. പക്ഷെ അന്ന് ടീച്ചർക്ക് അത് പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മയോട് ഇങ്ങനെ ചോദിച്ചു, പോകാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അമ്മ എന്നെയും എൻ്റെ അമ്മയുടെ അനുജത്തി മേമേനെയും വിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് പോരേന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ അമ്മയുടെ അനുജത്തി മേമയും കൂടി അവിടേക്ക് ചെല്ലുക. അങ്ങനെ ചെന്ന് അച്ഛനെ കാണുന്നതിനും കുറച്ച് മുന്നേ ഒരു മണിക്കൂർ നേരം ഞങ്ങൾക്ക് സമയം കിട്ടി. ആ സമയത്ത് ഇങ്ങനെ നിത്യാരാധന ചാപ്പലിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു, നീ എന്തുകൊണ്ട് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ചിട്ട് നീ സിസ്റ്റർ ആയില്ല എന്നിങ്ങനെ ഈശോ എന്നോട് 3 പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു. അപ്പോൾ എനിക്ക് ആകെ ഞാൻ ഭയങ്കര ടെൻഷനായിപ്പോയി. ഇനി എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഞാനിനി എന്ത് പറയും? ഇതിന് എന്ത് ഉത്തരം കൊടുക്കും? എനിക്ക് ഒന്നും അറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് എൻ്റെ കയ്യൊക്കെ കാലൊക്കെ ഇങ്ങനെ തണുത്ത് മരവിച്ചൊരവസ്ഥയിൽ നിൽക്കുക. അങ്ങനെ അവസാനം അച്ഛനെ കാണേണ്ട സമയമായി. അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ്. അപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നോട് തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്, സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ച കൊച്ച് എന്തുകൊണ്ട് ഇത്രയും സിസ്റ്റർ ആയില്ല, എന്തുകൊണ്ട് മഠത്തിൽ ചേർന്നില്ല എന്ന് ചോദിക്കുക. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായിപ്പോയി. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ചോദ്യം ഞാനിങ്ങനെ കേട്ടു, പക്ഷെ എന്ത് ഉത്തരം കൊടുക്കുമെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു നോക്കി ഒരു തീരുമാനം എടുക്കുക എന്നൊക്കെ എന്നോട് പറഞ്ഞു.